Hi friends, എല്ലാവർക്കും സോറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റവ ഗോതമ്പ് ദോശയാണ്. ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ദോശ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ റവ ഗോതമ്പ് ദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് റോസ്റ്റ് ചെയ്തതായാലും എങ്ങനത്തെ ആയാലും പ്രശ്നമില്ല. ഇതിലോട്ട് 1/2 കപ്പ് ഗോതമ്പ് മാവും കൂടെ ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് പറയാം എത്ര വെള്ളമാണ് ആഡ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്നും ആഡ് ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ ഇരുമ്പ് ദോശ തവയിലാണ് നമ്മുടെ ദോശ തയ്യാറാക്കുന്നത്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ ഓൾറെഡി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയ ചെറിയ ദോശാസായിട്ടാണ് ചുടുന്നത്. കാരണം നമ്മൾ ഒരുപാട് വലുതാണെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല തിന്നാക്കി എടുക്കാൻ പറ്റത്തില്ല. കുറച്ച് തിക്കായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി ദോശാസും കൂടി തയ്യാറാക്കാം. പാനിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കുട്ടി കുട്ടി ദോശാസായിട്ട് ചുട്ടെടുക്കുക. ന്യൂട്രീഷൻ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഡയറ്റിംഗ്, വെയിറ്റ് ലോസ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കോളിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റവ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ആൻഡ് ഹെൽത്തിയാണ്. നല്ലൊരു മണമൊക്കെ ഈ ദോശയ്ക്കുണ്ട്. ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും സൈഡ് ഡിഷായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സൈഡ് ഡിഷ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ദോശമാവൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ യൂസ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് സോഡാപ്പൊടി ആഡ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ പുളിപ്പിക്കാൻ വെക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.